ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കായംപട്ട സിംഹം എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതിപ്പോൾ പ്രൈമിൽ ലഭ്യമാണ്. തരുൺ ഭാസ്കറാണ് ഇതിൽ ലീഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇവന്റ്ഫുൾ കോമഡി ഡ്രാമയാണ്. ട്രംപിന് വരെ ബ്ലാക്ക് മാജിക് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഒരു തീമിലൂടെയാണ് ഈ കഥ നീങ്ങുന്നത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോയിനെ പെണ്ണ് കാണാൻ പോകുന്നു. ഹീറോയിന്റെ അച്ഛൻ ഒരു പോലീസ് ഓഫീസറാണ്. ഹീറോയിൻ ഒരു യൂട്യൂബറുമാണ്. അച്ഛനും ഹീറോയിൻ തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്ന് ഹീറോയിൻ അറിയുന്നതോടെ അവളൊന്ന് ഞെട്ടുന്നു. ഇവർ തമ്മിലുള്ള ആ കണക്ഷൻ എന്താണെന്നറിയാനായി ഒരു ഫ്ലാഷ് ബാക്ക് ചോദിക്കുന്നു. ആ സമയത്ത് രണ്ടുപേരുടെ കഥകൾ പറയാൻ തുടങ്ങുന്നു. ഒരു ഗാങ്സ്റ്ററുടെ കഥയും നമ്മുടെ ഹീറോയുടെ കഥയും. ഈ രണ്ട് കഥകളും തമ്മിലുള്ള ആ ക്രോസ് ഓവർ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മുടെ ഹീറോ എന്തിനാണ് ട്രംപിന് തന്നെ ബ്ലാക്ക് മാജിക് വെക്കാൻ ശ്രമിച്ചത്? അതിനു പിന്നിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? അവസാനം എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമ പറയുന്നത്. സ്പൂഫ് കലർന്ന ഒരു കംപ്ലീറ്റ് ഫൺ റൈഡായിട്ടാണ് ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിലെ സ്പൂഫ് ഭാഗങ്ങളെല്ലാം എനിക്ക് നന്നായി തന്നെ വർക്കൗട്ടായിട്ടുണ്ട്. അർജുൻ റെഡ്ഡി, പോക്കിരി തുടങ്ങിയ സിനിമകളെയൊക്കെ ഇതിൽ സ്പൂഫ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ നീറ്റായി തന്നെ വന്നിട്ടുണ്ട്. ഒരു നോ ബ്രെയിനർ കോമഡി ഡ്രാമ എന്ന രീതിയിലാണ് സിനിമയുടെ ലോജിക്കൊക്കെ പോകുന്നത്. എങ്കിലും കഥ ഒരു ഇരഫുള്ളായി അവതരിപ്പിച്ചതുകൊണ്ട് എവിടെയും വലിയ ബോറടി തോന്നിയില്ല. ഹീറോയുടെ ക്യാരക്ടർ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനേക്കാൾ വില്ലൻ ക്യാരക്ടറായ ആ ചക്രവർത്തി എന്ന കഥാപാത്രം കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു. പിന്നെ ഇതിൽ ശ്രീവിഷ്ണുവിന്റെ ക്യാമിയോ ഒരു അപരിധി വരെ കുഴപ്പമില്ലായിരുന്നു. എങ്കിലും കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകാമായിരുന്നു എന്ന് തോന്നി. സിനിമയിലെ അനാവശ്യ പാട്ടുകളും മാസ് സീനുകളും കട്ട് ചെയ്തിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി ക്രിസ്പാകാമായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ ഇതിലെ ഹ്യൂമർ നിങ്ങൾക്ക് സെറ്റായാൽ ഇതൊരു ഡീസന്റ് എന്റർടൈനർ ആയിരിക്കും. ഈ സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് 5-ൽ 2.8 ആണ്. അഡൾട്ട് കണ്ടന്റ് അധികമില്ല. ഈ മൂവി റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മൂവി സ്റ്റുഡിയോ ഫിലിം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റിവ്യൂവിൽ കാണാം.